ഹായ് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഓപ്പറേഷന് മുന്നേ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ ഫുഡും വെള്ളവും ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്നത്? അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ നോർമൽ ഡിഫൻസ് മെക്കാനിസം ഒന്നും പ്രവർത്തിക്കില്ല. പ്രത്യേകിച്ച് ഈ ഗാഗ് റിഫ്ലക്സ് പോലെയുള്ള ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കില്ല. എന്താണ് ഈ ഗാഗ് റിഫ്ലക്സ്? നമ്മളെ എയർവേയിലേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മളെ ശ്വാസകോശത്തിലേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയുന്ന റിഫ്ലക്സാണ് ഈ ഗാഗ് റിഫ്ലക്സ്. അങ്ങനെയുള്ള ഒരു റിഫ്ലക്സ് മെക്കാനിസവും ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നടക്കില്ല. അപ്പോൾ അനസ്തേഷ്യക്ക് മുന്നേ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് എന്താവും, ഈ ആസിഡുമായി മിക്സ് ചെയ്ത് അന്നനാളത്തിൽ നിന്ന് നേരെ റിട്ടേൺ നമ്മളെ എയർവേയിലേക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗാഗ് റിഫ്ലക്സ് ഒന്നും വർക്ക് ചെയ്യാത്തതിനാൽ ഇത് എയർവേയിലേക്ക് പോകാനും ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകാനും വലിയൊരു കോംപ്ലിക്കേഷൻ നടക്കാനും സാധ്യതയുണ്ട്. ഇത് ആസ്പിരേഷൻ ന്യൂമോണിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആൾക്കാരെ എത്തിക്കുകയും കാർഡിയാക് അറസ്റ്റ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ശ്വാസമൊന്നും കിട്ടില്ല, കാർഡിയാക് അറസ്റ്റൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർമാർ നിർബന്ധമായും പറയുന്നത്, ഈ ഫാസ്റ്റിംഗ് അവേഴ്സ് അവർ പറഞ്ഞു തരും കറക്റ്റ്, എത്ര മണിക്കൂർ മുന്നേ എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഓപ്പറേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അവരറിയാതെ, ഡോക്ടേഴ്സ് അറിയാതെ ഒന്നും കഴിക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു.